ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ 2-3 ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കേണ്ട എവിടെയായിരുന്നുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള മറുപടി ആയിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ നല്ല മഴയൊക്കെ അല്ലേ, അപ്പൊ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. അപ്പൊ അതിന്റെ ചെറിയൊരു ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 ദിവസം തിരക്കുമായിരുന്നു. പിന്നെ നല്ല ഇപ്പൊ 2-3 ദിവസം നല്ല അടുപ്പിച്ച് നന്നായിട്ട് മഴ കേട്ടോ നമ്മുടെ നാട്ടിലെയൊക്കെ. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു വീഡിയോ ഒന്നല്ല. അപ്പൊ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വന്നതാട്ടോ. ഇന്നങ്ങനെ നമ്മളെ പ്രത്യേകിച്ച് വീഡിയോയിൽ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ സുഖമായിരിക്കുന്നു. പിന്നെ ഈ ഒരു മഴ ഇപ്പൊ കുറച്ച് നല്ല അധികമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു തണുപ്പുകൊണ്ടായിരിക്കും, എന്നാലും നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്നാലും ചെറിയൊരു ഒരു ഒരു എന്താ പറയാ, ഒരു തൂക്കല് പോലെ, ഒരു ഇങ്ങനെ ഇങ്ങനെ രോമൊക്കെ പൊന്തിച്ച് ഇങ്ങനെ തൂവലൊക്കെ പൊന്തിച്ച് ഇങ്ങനെ ഇരിക്കില്ലേ, അതേപോലെയൊക്കെ അങ്ങനെ 1-2 കോഴികളൊക്കെ കാണുന്നുണ്ട്. കോഴികൾക്കല്ല, കോഴിക്കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. കോഴികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നമ്മളെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ ലിക്സൺ പൗഡർ ആട്ടോ നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത്. അതൊരു 5 ദിവസം 4 ദിവസമൊക്കെ തുടർച്ചയായിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അവരെ കുടിക്കുന്ന വെള്ളത്തിൽ കൊടുത്താൽ മതി കേട്ടോ. ഡെയിലി അവർ എത്ര കുടിക്കുന്ന വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ അതാക്കുന്ന നമ്മുടെ വലിയ കോഴികൾക്കൊന്നും അസുഖങ്ങൾ വരാൻ ചാൻസ് കുറവാട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ഫുള്ള് നാടൻ കോഴികളായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ ഇവിടെ ഉള്ള നാടൻ കോഴികൾ ഇപ്പോൾ 2 എണ്ണമാണ് നമ്മളെ ഗിരിരാജനിൽ പെട്ട ഒരു 2 കോഴികളുള്ളത്. പിന്നെ നമ്മളെ എല്ലാം നാടൻ കോഴികളായതുകൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കുറവാട്ടോ. അതായത് പ്രതിരോധശേഷി ഭയങ്കര കൂടുതലുള്ള കോഴികളാട്ടോ നമ്മൾ നാടൻ കോഴികൾ. മറ്റുള്ള കോഴികളെ പോലെ മറ്റുള്ള കോഴികൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങൾ വരികയും മാറാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. ഇവർക്ക് നമ്മളൊരു വിധം പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രോഗങ്ങൾ വരുന്നത് വളരെ കുറവാട്ടോ. പിന്നെ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന ഒരു കഴിഞ്ഞ പ്രാവശ്യം വിരിഞ്ഞൊരു 3 മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 12 എണ്ണവും പിന്നെ ഒരു തള്ളക്കോയും. പിന്നെ നമ്മളവളെ വേറെ ആക്കിയില്ല, തള്ളക്കോയിനെ വേറെ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുമിച്ച് തന്നെയാട്ടോ നമ്മൾ തള്ളക്കോയിനും മക്കളെയൊക്കെ ഇടുന്നത്. പിന്നെ അതിൽ ഒരു 6 കോഴിക്കുഞ്ഞിനെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുറഞ്ഞൊരു വിഷമം ഉണ്ടെങ്കിൽ കൂടിയിട്ട് പിന്നെ നമ്മുടെ നാടൻ കോഴി വളർത്തലിൽ ചെറിയൊരു വരുമാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോഴിക്കുഞ്ഞ് വിരിയിച്ച് ഇറക്കി നമ്മൾ സെയിൽ ചെയ്യുന്ന കേട്ടോ. കോഴിമുട്ട കൊടുക്കുന്നതിനെക്കാട്ടും നമ്മൾ നാടൻ കോഴികളെ അടവെച്ച് വിരിയിപ്പിച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തത് കൊണ്ട് തന്നെ. പിന്നെ നമുക്ക് കൂടും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഇനി കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും കൂടി ഉണ്ട് നമുക്ക്. അപ്പൊ അത് കുറച്ചും കൂടി വലുതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മൾ എല്ലാം നാടൻ കോഴിക്കുഞ്ഞുങ്ങളായതുകൊണ്ട് അട വെച്ച് നല്ല അടയിരിക്കുന്ന അട വെച്ച് വിരിഞ്ഞ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമ്മളെ കോഴികളൊക്കെ കണ്ടിട്ട് ഇത്രയും നാടൻ കോഴികളാണോ, അല്ലെങ്കിൽ ഇത്രയും കോഴികൾ ഞങ്ങൾ ഇവിടെ കാണാറില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാട്ടോ നമുക്ക്. എന്ന് വെച്ചാൽ നമ്മൾ നാടൻ കോഴികളൊക്കെ ഇതേപോലെ നമ്മൾ ഇപ്പൊ എന്താ പറയാ, അങ്ങനെ ആരും വളർത്തുന്നൊന്നും കാണാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കാണുമ്പോൾ ചിലർക്കൊക്കെ അതല്ല അതിശയം തോന്നാറുണ്ട് കേട്ടോ നാടൻ കോഴികളെ കാണുമ്പോൾ. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരൊക്കെ കുഞ്ഞിനെ പോലെ മുട്ടയിടുന്ന തള്ളക്കോയിനെ കൊടുക്കുമെന്നൊക്കെ ചോദിക്കണ്ടേ. പക്ഷെ നമ്മളിവിടെ നമ്മൾ തള്ളക്കോയിനെ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ പേരന്റ് സ്റ്റോക്ക് ആക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ തള്ളക്കോയിനെ കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് കോഴികളെയും കൂടി നമ്മുടെ മുട്ടയിടുന്ന കോഴികളെയൊക്കെ എന്താ പറയുക പേരന്റ് സ്റ്റോക്ക് ആക്കി വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ചില ഒരുപാട് കുറച്ച് മുട്ടയിടുന്ന കോഴികളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇതേപോലെ അടവെച്ച് വിരിയിച്ച് പുറത്തിറക്കിയിട്ട് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ സെയിൽ ചെയ്യാമല്ലോ. നമ്മളെ നമ്മളെ ഒരുപാട് ലോങ് അല്ല, നമ്മളെ കുറച്ച് നമ്മളെ ചുറ്റുപാടുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് പേരന്റ് സ്റ്റോക്കിനെയും കൂടി നമുക്ക് ഇങ്ങനെ ഇതേപോലെ നമുക്കൊന്ന് ഒരു 10-30 എണ്ണമൊക്കെ അല്ലെങ്കിൽ ഒരു 50 ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് നല്ലതുപോലെ മുട്ടയെ കിട്ടുകയും അതേപോലെ നമുക്ക് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇതിപ്പോ നമുക്ക് അങ്ങനെ പറ്റാത്ത എന്താ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള കൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒരു ഇത് ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് കൂടി കഴിഞ്ഞാൽ നല്ലതിൽ നമുക്ക് കോഴി വളർത്താനൊക്കെ ഒരു ഇതുണ്ടാവും ഞാൻ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇവിടെ വാടകയ്ക്ക് നിൽക്കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള നമുക്ക് കുറച്ച് റിസ്ക് എടുത്താലും നമുക്ക് നല്ല കൂടൊക്കെ ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റും. എന്നാലും നമുക്ക് ഇവിടുന്ന് മാറേണ്ട ഒക്കെ ഒരു ഇത് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കൂട് ഉണ്ടാക്കാനുള്ള ഒരു ഇതൊന്നും ഇപ്പം നോക്കാത്തത്.
അപ്പൊ എന്തായാലും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരു 3 ആൾക്കാരും കൂടി അതിഥികളായിട്ട് വന്നിട്ടുണ്ട്. അവരെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മള് നാളെ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എന്തായാലും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. വീഡിയോ ചെയ്താൽ നിങ്ങളെ ലൈക്കും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറന്നു പോകാതെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.